ഇന്ന് ഞങ്ങളൊരു വ്ളോഗ് എന്തായാലും ചെയ്യും. അങ്ങനെ ഇന്നലത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഈവനിങ് പുറത്തേക്ക് ഇറങ്ങി. ഇന്നൊരു കൺസേർട്ട് ഉണ്ട്. കൺസേർട്ട് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കൺസേർട്ട്. ഷർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇർഷാദ് ഇന്നലെ ഷർട്ട് തന്നെ എന്നിട്ടത്. അതൊന്നും കുഴപ്പമില്ല, ഈ വാന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പ്രോഗ്രാം നടക്കുന്ന ലൊക്കേഷനിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം തിരിഞ്ഞളിച്ച് ഞങ്ങൾ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ക്രൂവിനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ക്രൂ എത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറുമ്പോഴാണ് അവിടെ 2 മക്ലാറിൻ്റെ കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ചീനുവിനെ കണ്ട്. ചീനു അവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി പിന്നെ സ്റ്റേജിൻ്റെ അടുത്ത് പോയപ്പോൾ ചീനുവിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഓൾ ഏരിയ ആക്സസ് കാർഡൊക്കെ കിട്ടിയതിനു ശേഷം ഞങ്ങൾ ചീനുവിനെ ഹെൽപ്പ് ചെയ്ത് തന്നു. ചീനു ഇവിടെ ഒട്ടുമിക്ക ബാൻഡിൻ്റെയും വലം കൈയാണ്. അതിലപ്പുറം നമുക്ക് ഇന്നലെ വത്തക്ക് തന്ന അബിൻ്റെ ഹസ്ബൻഡാണ്. ആർട്ടിസ്റ്റിന് സ്റ്റേജിൽ എന്ത് പരിപാടി നടക്കണമെങ്കിലും ചീനു വേണം. ചീനു ഇല്ലാതെ അവിടെ ഒരു പരിപാടി നടക്കില്ല. വെറുതെ ഒന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വെള്ളപ്പുറത്ത് പാട്ട് പാടണം. അത് കുറച്ച് നേരം കണ്ടു നിന്ന് ഉള്ളിലേക്ക് തന്നെ പോയപ്പോൾ ഏകദേശം ആർട്ടിസ്റ്റൊക്കെ സ്റ്റേജിലെത്തി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ്രി ആയിരുന്നു പെർഫോം ചെയ്തിരുന്നത്. ആൻഡ്രി സ്റ്റേജിൽ കയറിയതിനു ശേഷം സാരി എടുത്തൊരു മദാമ കയറി എന്ന് എന്തെല്ലോ പറഞ്ഞ പരിപാടി സ്റ്റാർട്ടായി. Look, I won't take much time, but we really had a fantastic day today. We're excited to come back tomorrow morning, but tonight is all about fun. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫുഡും കഴിച്ച് എല്ലാവരുടെ അടുത്തും ബായി പറഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വിട്ടെ. അപ്പോൾ ശരി.